എന്നും ഏത് കാലഘട്ടത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം ആളുകൾക്ക് പാർക്കാൻ ഇടം ആവശ്യമാണ്, ആളുകൾക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാതെ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഭൂമി ആവശ്യമാണ്. ഏറ്റവും ചുരുങ്ങിയ ചെറിയ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു മുറിയെങ്കിലും എല്ലാ ആളുകൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രസക്തിയാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിന്റെ ഒപ്പം പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു സ്ഥലം വാങ്ങിക്കാനോ അത് മറിച്ച് വിൽക്കാനോ ഒക്കെ എല്ലാ ആളുകൾക്കും സാധിക്കണമെന്നില്ല. കാരണം അതിന് വലിയൊരു എമൗണ്ട് പണത്തിന്റെ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു തുകയ്ക്ക്, ഉദാഹരണത്തിന് 400 രൂപ 500 രൂപ പോലുള്ള ചെറിയൊരു തുകയ്ക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതിനാണ് REIT എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മളൊരു പ്രോപ്പർട്ടിയുടെ ഷെയർ വാങ്ങിക്കുമ്പോൾ ആ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ ആ റെന്റിന്റെ ഒരു ഭാഗവും നമുക്ക് കിട്ടും, അതിന്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ REIT? റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇപ്പോൾ ഒരു 500 കോടി രൂപ വില മതിക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണറിന് അത്യാവശ്യമായിട്ട് 500 കോടി രൂപയുടെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻ റുപ്പീസിന് മികച്ച ജഗതിയാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വില 500 കോടി ആയതുകൊണ്ട് തന്നെ 500 കോടിയൊക്കെ ലിക്വിഡായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലക്ഷത്തിലോ 10 ലക്ഷത്തിലോ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബയ്യേഴ്സിന്റെ എണ്ണം കമ്പാരേറ്റീവ് വളരെ കുറവായിരിക്കും. ബയ്യേഴ്സ് കൂടുതലും സെല്ലേഴ്സ് കുറവാകുമ്പോൾ ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടും. ബയ്യേഴ്സ് കുറവും സെല്ലേഴ്സ് കൂടുതലാകുമ്പോൾ ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കുറയും. അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പല എപ്പിസോഡിലും പഠിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധനം പെട്ടെന്ന് വിൽക്കേണ്ടി വരുമ്പോൾ, ചിലപ്പോൾ കുറച്ച് നാളൊക്കെ ഹോൾഡ് ചെയ്തൊക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പൈസയൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷെ ഒരു സാധനം പെട്ടെന്ന് വിൽക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ, പെട്ടെന്ന് നമുക്ക് പൈസയുടെ ആവശ്യം വരികയാണെങ്കിൽ നമ്മളൊരു പെട്ടാപ്പെട്ട വിലയ്ക്ക് വിൽക്കേണ്ടി വരും. അതായത് ചിലപ്പോൾ ഈ 500 കോടി രൂപ വില മതിക്കുന്ന സാധനം നമ്മൾ ചിലപ്പോൾ ഒരു 450 കോടിക്കോ അല്ലെങ്കിൽ 400 കോടിക്കോ ഒക്കെ സമ്മതിച്ച് വിൽക്കേണ്ടി വരും. ഈ സിനിമയിലെ ജഗതി ശ്രീമാർ എന്ന് പറയാൻ ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള, ഓരോ പൈസയും ആലോചിച്ച് മാത്രം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇതൊരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റി. എന്നിട്ട് 500 രൂപ വിലയുള്ള 1 കോടി യൂണിറ്റ്സ് ആയിട്ട് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷെയർസിനെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടുമാണ് ഈ 500 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് പേര് അറിയുന്നു. 500 രൂപയ്ക്ക് നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷെയർ ഹോൾഡർ ആകാം, അതിന്റെ മാസം റെന്റൽ ഇൻകത്തിന്റെ ഒരു ഷെയറും കൂടി നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ, കൂടാതെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വില ഭാവിയിൽ കൂടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ ഈ 500 രൂപയ്ക്ക് അപ്രിസിയേഷൻ ഉണ്ടാവും. അതിനനുസരിച്ച് ഷെയർസിന്റെ വിലയും കൂടും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിങ്ങനെ വാങ്ങിക്കുകയാണ്. 1 കോടി ഷെയർസേ ഉള്ളൂ, ഏകദേശം ഒരു 70 ലക്ഷം ഷെയർസും കഴിഞ്ഞു. അപ്പം ബാക്കിയുള്ള ഷെയർസിന്റെ ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. ഒരുപാട് പേര്, ഒരു 5-6 കോടി ആളുകൾ വാങ്ങിക്കാനുണ്ട്. ഇനി ബാക്കിയുള്ളത് ഏകദേശം ഒരു 30 ലക്ഷം ഷെയർസ് മാത്രമാണ്, 30 ലക്ഷം യൂണിറ്റ്സ് മാത്രമാണ്. അപ്പോൾ അവിടെ ബയ്യേഴ്സ് കൂടി സെല്ലേഴ്സ് കുറഞ്ഞു, അതായത് സെല്ലിംഗ് യൂണിറ്റ്സ് കുറഞ്ഞു, അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഈ യൂണിറ്റ്സിന്റെ വില കൂടും. പെട്ടെന്നൊരു ബയ്യറെ കണ്ടെത്തി അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ 100-150 കോടി രൂപ നഷ്ടം വരേണ്ട സ്ഥാനത്ത് ഇവിടെ ഷെയർസ് ആയിട്ട് ഇങ്ങനെ വിറ്റപ്പോൾ അദ്ദേഹത്തിന് 100-150 കോടി രൂപ ലാഭമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനും പിന്നെ ആദ്യം ഈ ഷെയർസ് വാങ്ങിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് നല്ല ലാഭമായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ ഷെയർസ് എങ്ങനെ വാങ്ങിക്കാം, ഈ REIT യൂണിറ്റ്സ് എങ്ങനെ വാങ്ങിക്കാം എന്ന് നോക്കാം. നമ്മുടെ ഏതൊരു ബ്രോക്കർ ഉപയോഗിച്ചും നമുക്ക് ഈ REIT ഷെയർസ് വാങ്ങിക്കാവുന്നതാണ്. സാധാരണ ഷെയർ നിങ്ങൾ വാങ്ങിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ETF നിങ്ങൾ വാങ്ങിക്കുന്ന പോലെ തന്നെ ഈ REIT ഷെയർസും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഷെയർസും REITയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനിയാണ് അതിന്റെ ഷെയർസ് കൊടുക്കുന്നതെങ്കിൽ REITയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ട്രസ്റ്റ് ആണ് അതിന്റെ ഷെയർസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് സെല് ചെയ്യുന്നത് ആളുകളിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിന്റെ ഓണർ ഇതൊരു ട്രസ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യും. പിന്നീട് ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ്റനൻസ്, അതിന്റെ ബാക്കി കാര്യങ്ങൾ, റെന്റ് കളക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു ട്രസ്റ്റ് ആയിരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന ഈ റെന്റൽ ഇൻകം എല്ലാം ഈ ട്രസ്റ്റ് കളക്ട് ചെയ്യും. അതിനുശേഷം വർഷം ഈ പ്രോപ്പർട്ടിക്ക് മെയിൻ്റനൻസ് ഉണ്ടാവും. ഒരുപാട് കടമുറികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇത് വിറ്റിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ പെയിന്റിങ്, അതിന്റെ മറ്റെന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പം ഈ കിട്ടുന്ന റെന്റൽ ഇൻകത്തിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് ഇവർ മാറ്റും. ഇതിന്റെ മെയിൻ്റനൻസിനും മറ്റു കാര്യങ്ങളൊക്കെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഇതിന് റെന്റൽ ഇൻകം കിട്ടുള്ളൂ. മാത്രമല്ല ഇതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ കിട്ടുന്ന റെന്റിൽ നിന്ന് ഇതിന്റെ മെയിൻ്റനൻസിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൈസ ഇവരെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ റെന്റൽ ഇൻകം ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ 500 രൂപ ഒരു ഷെയർ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന റെന്റൽ ഇൻകം എന്ന് പറയുന്നത് ചിലപ്പോൾ 50 പൈസ ആയിരിക്കും, അല്ലെങ്കിൽ 5 രൂപയായിരിക്കും. അതിന്റെ റെന്റ് എത്രയാണെന്നുള്ളതനുസരിച്ച്. അതുപോലെ 500 രൂപയുടെ 1000 ഷെയർ വാങ്ങിച്ചിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കിട്ടുന്നത് ഒരു 5000 രൂപയായിരിക്കും റെന്റൽ ഇൻകം ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പല രീതിയിലായിരിക്കും അതിന്റെ എത്രത്തോളം റെന്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് ആ ബാക്കി വരുന്ന റെന്റാണ് ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് നൽകുന്നത്. ഇനി ഇതിന് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ 2025 ഒരു കടമുറി വാങ്ങിക്കുകയാണെങ്കിൽ 2027 ആകുമ്പോൾ നമ്മൾ 2025 വാങ്ങിച്ച വില ഒരിക്കലും ആയിരിക്കില്ല ആ കടമുറിക്കുള്ളത്. കാരണം ലാൻഡിന് അപ്രിസിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഒരു സ്ഥലം കിട്ടാനായിട്ട് ഒരുപാട് ആളുകൾ നോക്കി നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച വിലയേക്കാളും തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആയിട്ട് ഇവിടെ വരുന്നത്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ 2025 ട്രസ്റ്റിലേക്ക് മാറ്റി ഷെയർസ് ആയിട്ട് വിറ്റെങ്കിൽ 2027 ആകുമ്പോഴത്തേക്കും അപ്പോൾ ആ സ്ഥലത്തിനുള്ള
റിയൽ എസ്റ്റേറ്റ് അപ്രീസിയേഷൻ അനുസരിച്ച് ആ സ്ഥലത്തിന്റെ വില കൂടുന്നതനുസരിച്ച് നമ്മുടെ ക്യാപിറ്റലിനും അപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ഇത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ഇത് ഇങ്ങനെ അവൈലബിൾ ആയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ, ഒരു 2-3 അല്ലെങ്കിൽ 3-4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്നൊരു 4-5 കമ്പനികളൊക്കെ ഉള്ളൂ ഈ റിയൽ എസ്റ്റേറ്റ് REIT നമുക്ക് സെല് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നാണ് ബ്ലൂഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ്, 2 എംബസി ഓഫീസ് പാർക്സ്, 3 മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ്, 4 നെക്സസ് സെലക്ട് ട്രസ്റ്റ്. അപ്പോൾ REIT എന്താണെന്ന് പഠിച്ചു, ഏതൊക്കെയാണ് REIT സ്റ്റോക്കുകളെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇതെങ്ങനെ വാങ്ങാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഒരു ETF സ്റ്റോക്കോ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഇതും വാങ്ങാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഞാൻ കാണിക്കാം. അതിനായിട്ട് നമ്മൾ നേരെ നമ്മുടെ ബ്രോക്കറിലേക്ക് പോകുന്നു, അവിടെ ലോഗിൻ ചെയ്യുന്നു, നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന REIT എംബസി ഓഫീസ് പാർക്സ് ആണ്. അതിന് എംബസി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സ്റ്റോക്ക് സെക്ഷനിൽ വന്നിട്ടുണ്ട് എംബസി ഓഫീസ് പാർക്സ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ അവിടെ നിന്ന് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എംബസി ഓഫീസ് പാർക്സിൻ്റെ ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 ഡേ ചാർട്ടാണ്. നമുക്ക് വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റാം. വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റാൻ ഇവിടെ മുകളിൽ D എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ അവിടെ 1 ഡേ 1 വീക്ക് 1 മന്ത് ഒക്കെ കാണാം. അതിൽ വീക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം 2022 ശേഷം ഇതൊരു ഡൗൺ വന്നിട്ട് പിന്നീട് 2023 ഓഗസ്റ്റ് മുതൽ ഇത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 420 സംതിങ് ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇതിന് ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ സ്റ്റോക്ക് ബൈ ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ ബൈ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക, ഏത് പ്രൈസിലാണ് വാങ്ങേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബൈ കൊടുക്കുക. ഇത്രയും സിമ്പിളാണ് ഇത് വാങ്ങിക്കാൻ. ഇതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കും കൂടി നോക്കാം, മൈൻഡ് സ്പേസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റോക്ക് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സെയിം രീതിയിൽ ചാർട്ടിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ചാർട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതും 1 ഡേ ചാർട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെയിം രീതിയിൽ ബൈ എന്നുള്ള പ്രസ് ചെയ്യുക, ക്വാണ്ടിറ്റി ഏത് പ്രൈസാണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, ബൈ പ്രസ് ചെയ്യുക. ഇത്രയും സിമ്പിളാണ് നമുക്കൊരു REIT വാങ്ങിക്കാം. അപ്പോൾ ഒരുപാട് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സും അഡ്വൈസേഴ്സും ഒക്കെ പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വെക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം ഈ REIT സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മറ്റ് കമ്പനി സ്റ്റോക്കുകൾ, ഇക്വിറ്റി സ്റ്റോക്കുകളൊക്കെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഓരോ വർഷം കൂടുമ്പോഴും സ്ഥലത്തിന്റെ വില കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും 5 വർഷം മുമ്പ് ഒരു സ്ഥലത്തിനുണ്ടായിരുന്ന വിലയല്ല ഇപ്പോൾ, തീർച്ചയായിട്ടും അതിനേക്കാളും കൂടുതലാണ്. ഈ ഗോൾഡിന്റെ കാര്യവും പറഞ്ഞ പോലെ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്, നമ്മൾ വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഡയറക്റ്റ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള റിസ്ക്കുകൾ നമുക്കില്ല. ഇപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു വലിയ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ മെയിൻ്റനൻസ് നോക്കണം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് നോക്കാനുള്ള ആളെ കണ്ടുപിടിക്കണം, പിന്നീട് അത് വിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി നടക്കണം. അങ്ങനെ ഒരുപാട് തലവേദന നോക്കണം. പക്ഷേ ഇവിടെ നമ്മൾ ഒന്നും അറിയണ്ട, നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത് ആ ട്രസ്റ്റാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് പൈസയുടെ ആവശ്യം വരികയാണെങ്കിൽ, ഈ പ്രോപ്പർട്ടി വിൽക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നല്ല പാടാണ്. നല്ലൊരു ബയ്യറിനെ കണ്ടുപിടിക്കണം, അയാളോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കണം. ചിലപ്പോൾ മിനിമം ഒരു 3 മാസം 4 മാസത്തേക്ക് ഒരു ഗ്യാപ്പ് ആയിരിക്കും ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാൻ വേണ്ടി എടുക്കുന്നത്. അത്രയും നാളും നമ്മൾ ഫണ്ടിന് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ ഈ REIT ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് വിൽക്കുന്ന പോലെ തന്നെ സെക്കൻഡ് കൊണ്ട് ഇന്ന് വാങ്ങിച്ചു വേണമെങ്കിൽ നാളെ വിൽക്കാം, ആ രീതിയിലാണ്. അപ്പോൾ അത്രത്തോളം ലിക്വിഡിറ്റി നമുക്കിതിനുണ്ട്. നമ്മുടെ പൈസ ഒരിക്കലും അവിടെ ഹോൾഡ് ആയി കിടക്കില്ല. ഈ അണ്ടർലൈങ് അസറ്റ് ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് REIT എന്ന് പറയും. ഇനി അണ്ടർലൈങ് അസറ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റോഡ് പണിയാണ്, അപ്പോൾ ആ റോഡിന്റെ ഷെയർസ് ഇതുപോലെ വിൽക്കുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് INVIT, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന കമ്പനി ഒരു റോഡ് നിർമ്മിക്കുന്നു. അപ്പോൾ ആ റോഡിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1000 കോടി രൂപയെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇവർക്കൊരു ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്, ഈ 1000 കോടി രൂപ പെട്ടെന്ന് ഇവർക്ക് റൈസ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് വിചാരിക്കും. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്, 1000 രൂപ വിലയുള്ള 1 കോടി ഷെയർസ് ആയിട്ട് 1 കോടി യൂണിറ്റ്സ് ആയിട്ട് ഇന്ന് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വാങ്ങിക്കും, പെട്ടെന്ന് അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ. കാരണം അവസാനം ഒരുപാട് ആളുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോൾ 1000 രൂപയാണ് ഇവർ ഷെയറിന് ഉദ്ദേശിക്കും. ചിലപ്പോൾ 1500 2000 രൂപയ്ക്കൊക്കെ ഷെയർ വിറ്റുവാണെങ്കിൽ ഇവർ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെയധികം പൈസ അവർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ REITയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ട്രസ്റ്റ് ആയിട്ടാണ് ഇത് മാറ്റുന്നത്. ആ ട്രസ്റ്റാണ് യൂണിറ്റ്സ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് ഈ ഒരു ട്രസ്റ്റിനോട് പറയുകയാണ്, നിങ്ങൾ ടോൾ കളക്ട് ചെയ്തോളൂ, ടോൾ കളക്ട് ചെയ്ത് നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു പിടിച്ചോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ട്രസ്റ്റ് ഈ റോഡിൽ നിന്ന് ടോൾ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ടോൾ കളക്ട് ചെയ്ത് മൊത്തം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 10% ഈ റോഡിന്റെ മെയിൻ്റനൻസ് ആയിട്ട് മാറ്റിവെക്കുന്നു. ബാക്കി 90% ഇതിന്റെ ഷെയർസ് വാങ്ങിച്ചിട്ടുള്ള, ഈ യൂണിറ്റ്സ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്കായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിനും ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവും. വർഷാവർഷം ചിലപ്പോൾ ടോൾ എമൗണ്ട് കൂടും. ടോൾ എമൗണ്ട് കൂടുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടും. അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കും പ്രോഫിറ്റ് കൂടും. അതുപോലെ തന്നെ ഡിവിഡൻഡ് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ് ട്രസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഏകദേശം ഒരു 100 രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് REIT, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്താണ്, അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.